നമസ്കാരം സുഹൃത്തുക്കളെ. കേരളം വീണ്ടും മഴവെള്ളപ്പാച്ചിലിൽ. പല സ്ഥലങ്ങളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങി. പാലാ ടൗണിന് ചുറ്റും ഇപ്പോൾ വെള്ളത്തിലാണെന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും കാസർഗോഡും അതേപോലെ ഇടുക്കിയിലുമൊക്കെ ഉരുൾപൊട്ടി വെള്ളം പൊങ്ങുന്നു. ജനങ്ങളെല്ലാവരും അത്യധികം ജാഗ്രതയിൽ കഴിയുന്നു. ജനങ്ങളെ കൊട്ട വഞ്ചിയിലും ചെറിയ കൊതുമ്പ് വള്ളങ്ങളിലും അതേപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ബോട്ടുകളിലുമൊക്കെ കയറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ മലയോര പ്രദേശങ്ങളിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും ഒക്കെ അടച്ചിരിക്കുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താണേലും കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിനെ പിടിച്ചു കുലുക്കുകയാണ്. ഇപ്പോൾ ഈ ശക്തമായ മഴയ്ക്ക് കാരണം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദനം രൂപപ്പെട്ടതാണെന്ന് പറയുന്നു. ഇത് ഇനി 4-5 ദിവസം കൂടെ നീണ്ടു നിൽക്കുമെന്നാണ് അറിയുന്നത്. അപ്പോഴത്തേക്കും എത്രമാത്രം ദുരിതമുണ്ടാകുമെന്നറിയില്ല. എങ്കിലും രാത്രികാല യാത്രകളും അതേപോലെ മറ്റുള്ള അത്യാവശ്യത്തിനുള്ള യാത്രകളുമല്ലാതെ ഗവൺമെൻറ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾറെഡി വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡാമുകളെല്ലാം നിറഞ്ഞു. ഡാമുകളൊക്കെ ഇപ്പോൾ തുറന്നു വിടുകയാണ്. തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും ഒക്കെ അരുവിക്കര ഡാമൊക്കെ തുറന്നു, ഷട്ടർ തുറന്നു, വെള്ളം ഒഴുകുകയാണ്. ഡാമിൻ്റെ തീരങ്ങളിലും നദികളുടെ തീരങ്ങളിലും താമസിക്കുന്ന ആൾക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ കരണ്ടും ലൈനുകളും കുഴികളുമൊക്കെ ഗതാഗതമൊക്കെ വളരെ ശുഷ്കാന്തിയോടെ ജാഗ്രതയോടു കൂടി വേണം. ഒരുപാട് മനുഷ്യജീവൻ ഇപ്പോൾ തന്നെ ധാരാളം പേർ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കുഴിയിൽ വീണും ഷോക്കടിച്ചും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിലുമൊക്കെ. ഇപ്പോൾ ചിറ്റാരിക്കൽ കാസർഗോഡ് ഉരുൾപൊട്ടലുണ്ടായി, വെള്ളം കുത്തി ഒഴുകുകയാണ്. കോഴിക്കോട് ബസ് വെള്ളത്തിൽ കുടുങ്ങി. ആൾക്കാർ ബസ്സിലുണ്ടായിരുന്ന നിറച്ച ആളുകളുണ്ടായിരുന്ന ബസ്സായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തി. അങ്ങനെ വിവിധ തലത്തിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭീതിജനകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആളുകൾ എത്രയും പെട്ടെന്ന് സേഫായ സ്ഥലത്തേക്ക്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി അവരുടെ വീട്ടിലെ മറ്റുള്ള കുട്ടികളുടെയും ഒക്കെ ജീവൻ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗവൺമെൻറ് സത്വരമായിട്ട് ഊർജിതമായിട്ട് ഓരോ മന്ത്രിമാർക്ക് ഓരോ ജില്ലകളുടെ ചാർജ് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായിട്ട് എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്ത് ലീഡ് ചെയ്യുന്നുണ്ട്. മഴ കുറഞ്ഞ് എത്രയും പെട്ടെന്ന് ശാന്തമായ സ്ഥിതിയിലേക്ക് വരുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇടയ്ക്ക് മഴ കുറയുന്നു, വീണ്ടും കൂടുന്നു, അങ്ങനെയാണ് പോകുന്നത്. കാറ്റുമുണ്ട്. വീടുകളിൽ നിന്ന് ആളുകളെയെല്ലാം പരമാവധി സേഫ് സൈഡ് സ്ഥലത്തിലേക്ക് സുരക്ഷിതമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളം ചില സ്ഥലങ്ങളിൽ പറയുന്നത് 2018-ലുണ്ടായ പ്രളയ ദുരന്തത്തെക്കാളും കൂടുതൽ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് റാന്നി, ചെങ്ങന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ. അതോടൊപ്പം തന്നെ ആറന്മുള അമ്പലമൊക്കെ വെള്ളത്തിൽ മുങ്ങി, റോഡ് പൂർണ്ണമായി അടഞ്ഞു. പാലാ ടൗൺ തന്നെ ഒറ്റപ്പെട്ടു. പാലയിലേക്ക് വേറെ വഴിയൊന്നുമില്ല. വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഈ അതിതീവ്ര മഴയിൽ ജനങ്ങൾ വളരെയധികം ജാഗരൂകരായി ജീവിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ടേക്ക് കെയർ എവറി സ്റ്റെപ്പ് ഓഫ് ലൈഫ്.
നന്ദി, നമസ്കാരം. ഔട്ട്.